നമ്മളൊരു ഫ്രണ്ടിനൊപ്പം ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്തെന്ന് വിചാരിക്കുക. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ ആൾ പറയാണ്, അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാമെന്ന് വിചാരിക്കുക. നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുമല്ലേ? അതുപോലെ ഒരു ഫ്രണ്ടിനോട് പറയാണ്, ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇപ്പോൾ പറ്റില്ല, എനിക്ക് ബിസിയാണ്, എനിക്ക് ഇപ്പോൾ ഉടനെ ഒന്നും നടക്കില്ല എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് പല ആളുകളും നമ്മൾ അവരെ കാണാൻ ചെല്ലട്ടെ അല്ലെങ്കിൽ സംസാരിക്കാൻ സമയമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം അല്ലേ? ഓക്കെ, അവർ തിരക്കായിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. പക്ഷേ ഇതൊക്കെ നമ്മുടെ സെൽഫ് എസ്റ്റീമും നമുക്ക് എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കുറവാണെന്ന് വിചാരിക്കുക. ചെറുപ്പകാലം തൊട്ടേ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തിയും നമുക്കൊരു സ്വയം വിലയില്ലാതെ എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല, എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ആളാണ് നമ്മൾ എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഒഴിവാക്കുന്നു എന്ന് തോന്നുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അത്ര പറ്റാത്തൊരാളാണോ, എൻ്റെ കൂടെ കൂട്ടുകൂടാൻ അത്ര നല്ലതല്ലേ, എന്നെ ആർക്കും ഇഷ്ടമല്ലേ എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പലപ്പോഴും നമുക്കിത് മനസ്സിലാകുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ എന്തോ കുഴപ്പം കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കും. അവർ പറയുന്നത്, അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നത് അതൊരു ശരിക്കും അത് അങ്ങനെയാണ്, നമ്മളുടെ എന്തോ കുഴപ്പം അവർ കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ സെൽഫ് എസ്റ്റീമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇനി ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മൾ സ്വയം വില കൊടുക്കാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവർ എപ്പോഴും നമ്മളെ വാല്യൂ ചെയ്യണമെന്നില്ല. അതിന് എക്സ്റ്റേണൽ വാലിഡേഷൻ നമ്മൾ പറയുമല്ലേ, മറ്റുള്ളവർ വില തരുമ്പോഴാണ് എനിക്ക് വില ഉണ്ടാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ഇൻറ്റേർണൽ വാലിഡേഷൻ ചെയ്യാം. അതായത് നമുക്ക് കുറച്ച് വില കൊടുക്കുന്ന രീതിയിലേക്ക് മാറാം. ഓക്കെ, അവർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, അവർ ബിസി ആയിരിക്കും. ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അവർ നമ്മളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുമായിരിക്കും. അവരുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അവരുടെ ജോലിയിൽ വളരെ ടെൻഷനുള്ള സമയമായിരിക്കാം. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്തായാലും നമ്മുടെ പ്ലാനുകൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക. അവർ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചില്ല എന്നുള്ളതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കണം, നമ്മൾ വിഷമിച്ചിരിക്കണം എന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അങ്ങനെ കുറച്ചുകൂടി ഈ സെൽഫ് എസ്റ്റീമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് അങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചാൽ കുറച്ചും കൂടി നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ മാറണം.